എന്താ നീ ഭയങ്കര ഹാപ്പി ആണല്ലോ. ഒരു മിനിറ്റ്, ലൈറ്റൊക്കെ ഓക്കെ അല്ലേ? റെഡി. ഇന്ന് നമുക്കേ സ്ത്രീരോഗത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഔഷധത്തെ പരിചയപ്പെടാം. അശോകാരിഷ്ടം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇത് തയ്യാറാക്കാനായിട്ട് അശോകത്തൊലിയാണ് പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, ഏതേത് അവസ്ഥകളിൽ ഉപയോഗിക്കാം, എത്ര അളവിൽ കൊടുക്കണം, ആർക്കെല്ലാം കഴിക്കാം, ആർക്കെല്ലാം കഴിക്കാൻ പാടില്ല, എല്ലാം വിശദമായിട്ട് പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എന്നിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനു മുമ്പ് ലൈക്ക് ചെയ്യണം. ഓക്കെ, ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരംഭിക്കാം. ഓക്കെ, ഒന്ന് ആരംഭിക്കാം. അപ്പോൾ അശോകാരിഷ്ടം ഒരു ബെസ്റ്റ് യുട്രൈൻ ടോണിക്കാണ്. ഇതിലത്തെ മേജർ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശോകത്തൊലി, സെറാക്ക അശോക, സെറാക്ക ഇൻഡിക്ക എന്നൊക്കെയാണ് ബൊട്ടാനിക്കൽ നെയിം. അശോകം എന്ന് മലയാളം, അശോക എന്ന് സംസ്കൃതം. മനസ്സിലായോ? ലെഗുമിനോസ് ഫാമിലിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സീഡ് ഉണ്ടല്ലോ, ഫ്രൂട്ട് ഇങ്ങനെ ഒരു ലെഗ്യൂം പയറ് മണി പോലത്തെ ഒരു കവറിലാണ് വരിക. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഗ്രൂപ്പെല്ലാം തന്നെ ലെഗുമിനോസ് ഫാമിലിയിലാണ് വരിക. മനസ്സിലായോ? സെറാക്ക അശോക, സെറാക്ക ഇൻഡിക്ക ബൊട്ടാനിക്കൽ നെയിം, അശോക എന്ന് സംസ്കൃത പേര്, അശോകം എന്ന് മലയാള പേര്. ഇതിൻ്റെ ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ പൂവ്, അശോകത്തിൻ്റെ പൂവ് ഉപയോഗിക്കും, അശോകത്തിൻ്റെ തൊലി ഉപയോഗിക്കും. നമ്മൾ അശോകാരിഷ്ടം തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത് അശോകത്തൊലിയാണ്. മനസ്സിലായോ? അപ്പോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് ആദ്യം കൂടെ പറയാം. അപ്പോൾ ഞാൻ പാർട്ട് കഴിഞ്ഞില്ലേ, അശോകത്തൊലി ഒരു 100 ഫലം ഇത് തയ്യാറാക്കാനായിട്ട് എടുക്കും. ഒരു ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ഗ്രാമാണ്. അപ്പോൾ 100 ഫലം എന്ന് പറയുമ്പോൾ ഏകദേശം 6 കിലോ വേണം. 6 കിലോ അശോകത്തൊലി നമ്മൾ 64 ഇടങ്ങഴി വെള്ളത്തിൽ കഷായം വയ്ക്കും. 64 ഇടങ്ങഴി കഷായത്തിൽ വെള്ളത്തിൽ കഷായം വെച്ചിട്ട് 4-1 അങ്ങോട്ട് വറ്റിക്കും. ചെറുതീകരിച്ച് അങ്ങോട്ട് വറ്റിച്ചിട്ട് അപ്പോൾ 16 ഫലമായി. മനസ്സിലായോ? അപ്പോൾ 64 ഇടങ്ങഴി വെള്ളത്തിൽ കഷായം വെച്ചിട്ട് 4-1 16 ഇടങ്ങഴി. ഇത് അരിച്ചെടുത്തിട്ടേ നല്ലോണം തണുത്തതിന് ശേഷം 200 ഫലം ശർക്കര കലക്കി ചേർക്കും. ഈ കഷായം അശോകത്തൊലി കഷായത്തിലേക്ക് 200 ഫലം ശർക്കര കലക്കി ചേർക്കും തണുത്തതിന് ശേഷം കേട്ടോ. എന്നിട്ട് അതിലേക്ക് 16 ഫലം താതിരിപ്പൂവും കൂടി ചേർക്കും. ഈ താതിരിപ്പൂ എന്തിനാ അരിഷ്ടങ്ങൾ ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഫെർമെൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് കേടുവരാതെ സൂക്ഷിക്കണേ. അല്ലാതെ അതിനായിട്ട് മറ്റൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യണില്ല. ഇതിൽ ആഡഡ് സ്പിരിറ്റോ ആഡഡ് ആൽക്കഹോളൊന്നുമില്ല. ഇതിന് നാച്ചുറലി സെൽഫ് ജനറേറ്റഡ് ആൽക്കഹോളാണ്. അതിൽ ആണ് നമ്മൾ ഈ 100 ഫലം ശർക്കരയും 200 ഫലം ശർക്കരയും 16 ഫലം താതിരിപ്പും കൂടി ചേർത്ത് കഴിയുമ്പോണ്ടല്ലോ ഇതങ്ങോട്ട് പുളിപ്പിക്കാനായിട്ട് പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ അത് യാതൊരു കേടും വരില്ല. എത്ര കാലം വേണമെങ്കിൽ ഏകദേശം 1 വർഷം എന്തായാലും സൂക്ഷിക്കുക, ഒരു കുഴപ്പമില്ലാണ്ട്. അത് കഴിഞ്ഞ് ഇച്ചിരി പുളിപ്പ് വരും. ഇതിൽ ഈ ആസിഡ്, സാലിസിലിക് ആസിഡ് അങ്ങനെ എന്തൊരു ഫോർമേഷൻ ചേഞ്ചസ് വരുമെന്ന് പറയുന്നത് 1 വർഷത്തിൽ കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് മുമ്പ് ഉപയോഗിക്കണത്. അപ്പോൾ അത് ചേർക്കും. പിന്നെയുണ്ട് 10-12 കൂട്ടം വരുന്നത്. അതെന്തൊക്കെയാണെന്നറിയോ? അതായത് ഇതിൻ്റെ പ്രധാന ധർമ്മം എന്താ വെച്ച് കഴിഞ്ഞാൽ യുട്രൈൻ ടോണിക്കായിട്ടാണ്. ഗർഭാശുദ്ധി വരുത്തേണ്ട കേസുകളിലാണ് ഇത് ഉപയോഗിക്കുന്നത് അശോകാരിഷ്ടം സ്ത്രീകൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഈ ചെങ്ങഴുനീർ കിഴങ്ങ്, മാങ്ങേണ്ടിപ്പരിപ്പ്, ആടലോടകത്തിൻ വേര്, ചന്ദനം, ഈ ഔഷധങ്ങളുടെയൊക്കെ പ്രോപ്പർട്ടി എന്താ വെച്ചാൽ സ്തംഭന ഔഷധങ്ങളാണ്. അപ്പോൾ ഈ എക്സസീവ് ബ്ലീഡിംഗ് ഉള്ള കേസുകൾ, അതുപോലെ ലുക്കോറിയ, വൈറ്റ് ഡിസ്ചാർജ്, അസ്ഥിയുരുക്കം എന്ന് പറയില്ലേ, അത്തരം അവസ്ഥയിൽ ഒക്കെ വർക്ക് ചെയ്യുന്നത്. പിന്നെ അടുത്തതായിട്ട് മുത്തങ്ങ കിഴങ്ങുണ്ട്, ചുക്കുണ്ട്, ജീരകമുണ്ട്, അയമോദകമുണ്ട്. ഇതൊക്കെ പാചനദീപന ഔഷധങ്ങളാണ്. മനസ്സിലായോ? പിന്നെയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക്കത്തോട്, നെല്ലിക്കത്തോട്, താനിക്കത്തോട്, മരമഞ്ഞത്തൊലി. മനസ്സിലായോ? ഇത് മരമഞ്ഞത്തൊലിക്കാണെങ്കിൽ രക്തശുദ്ധി വരുത്താനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. കടുക്കത്തോട്, നെല്ലിക്കത്തോട്, താനിക്കത്തോടിന് ത്രിദോഷകരത്തുണ്ട്. അപ്പോൾ ഇത്തരം ഔഷധങ്ങളൊക്കെയാണ് പിന്നെ ഓരോ ഫലം പൊടിമരുന്നായിട്ട് ചേർക്കണേ. അപ്പോൾ ഈ 100 ഫലം അശോകത്തൊലി 64 ഇടങ്ങഴി വെള്ളത്തിൽ കഷായം വെച്ച് 16 ഇടങ്ങഴിയാക്കി വറ്റിച്ച് അരിച്ചെടുത്ത് തണുത്തതിന് ശേഷം 200 ഫലം ശർക്കര കലക്കി ചേർത്തതിലേക്ക് 16 ഫലം താതിരിപ്പൂ പൊടി ചേർത്ത്, ഒപ്പം തന്നെ ഈ അയമോദകവും മുത്തങ്ങയും ചുക്കും ജീരകവും ആടലോടക വേരും ചെങ്ങഴുനീർ കിഴങ്ങും ചന്ദനവും പൊടി ചേർത്ത്, പിന്നെ കടുക്കത്തോട്, നെല്ലിക്കത്തോട്, താനിക്കത്തോട്, മാങ്ങേണ്ടിപ്പരിപ്പ്, ഇത്തരം സംഗതികൾ പൊടിച്ച് ചേർത്തിട്ട് ഒരു ഭരണിയിലോ കുടത്തിലോ കെട്ടിവെക്കും. 1 മാസം കെട്ടിവെക്കും. അപ്പോൾ ഇത് അരിഷ്ടമായി. അങ്ങനെ 1 മാസം കഴിയുമ്പോൾ അരിച്ചെടുക്കുക. ഇതാണ് അശോകാരിഷ്ടം. മനസ്സിലായോ? ഇനി ഇതിൻ്റെ ഉപയോഗങ്ങൾ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒട്ടനവധി ഉപയോഗങ്ങളാണ്. സ്ത്രീരോഗത്തിൽ ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ഈ മരുന്നില്ലാത്ത പ്രിസ്ക്രിപ്ഷനുകൾ കുറവാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഗർഭാശയ ശുദ്ധി, അതുമായി ബന്ധപ്പെട്ട ഗർഭാശയ രോഗങ്ങളുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥകളിലെല്ലാം തന്നെ ഇത് ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലീഡിങ് കൂട്ടാൻ വേണ്ടിയും ബ്ലീഡിങ് ഇല്ലാതിരിക്കുന്നില്ലേ, നഷ്ടാർത്ഥമോ
പീരീഡ്സ് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഡിലേഡ് പീരീഡ്സ് സൈക്കിൾസ്, ഇത്തരം അവസ്ഥയിലും ഈ മരുന്ന് ഉപയോഗിക്കും. അതുപോലെ എക്സസീവ് ബ്ലീഡിങ്, കൂടെ 14 ദിവസം കൂടുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുക, അത്തരം അവസ്ഥയിലും ഇത് ഉപയോഗിക്കും. ഇനി പ്രൊലോങ്ഡ് ബ്ലീഡിങ്, കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ് ഉണ്ടാകുമ്പോഴും ഇത് തന്നെയാണ് ഔഷധം. പക്ഷേ കണ്ടീഷൻസ് അപ്ലൈ. ഇത് കേട്ടപാടെ പോയിട്ട് വാങ്ങി ജ്യൂസ് കുടിക്കുന്ന പോലെ കുടിക്കേണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ മറ്റ് ഔഷധങ്ങൾ മിക്സ് ചെയ്തിട്ട് ആണ് ഇത് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഇന്ന കഷായം ഇന്ന കണ്ടീഷനാണോ, അല്ലെങ്കിൽ ഈ അരിഷ്ടം അതിന് നല്ലതാണോ, ഈ ലേഹ്യം ഇതിന് നല്ലതാണോ എന്ന് ചോദിക്കാറില്ലേ. അപ്പോൾ അത് പറ്റാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആയുർവേദ ഡോക്ടർമാർക്ക് ഇതിന് മറുപടി പറയാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ ഔഷധം അതിൻ്റെ കൂടെ മറ്റ് ഔഷധങ്ങൾ മിക്സ് ചെയ്തിട്ട് പല പല അവസ്ഥകളിലും കണ്ടീഷൻസിലും അപ്ലൈ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു അവസ്ഥ മനസ്സിലായെങ്കിൽ മാത്രമേ ഇത് ഏതേത് അവസ്ഥയിൽ കൊടുക്കാം, ഏതേത് അവസ്ഥയിൽ കൊടുക്കാൻ പാടില്ല, എത്ര അളവിൽ കൊടുക്കണം എന്നൊക്കെ നിശ്ചയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വൺ ഷോട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ അശോകാരിഷ്ടം. അപ്പോൾ അതായത് ബ്ലീഡിങ് ഇല്ലാത്ത അവസ്ഥയിലും പീരീഡ്സ് ഇല്ലാത്ത അവസ്ഥയിലും ഇത് തന്നെയാണ് കൊടുക്കുക. എക്സസീവ് ബ്ലീഡിങ് ഉള്ള അവസ്ഥയിലും ഈ ഔഷധം ഉപയോഗിക്കാം. പക്ഷേ മറ്റ് ഔഷധങ്ങളോടുകൂടി മിക്സ് ചെയ്തിട്ട് അതിനനുസരിച്ചാണ് ഇത് ഉപയോഗിക്കുക. ഇനി ഉദാഹരണത്തിന് നിങ്ങൾ പല പേഷ്യൻസും ചോദിക്കും, ഈ സിസ്റ്റും ഗ്രോത്തും അല്ലെങ്കിൽ ഫൈബ്രോയിഡും PCOD അങ്ങനത്തെ കണ്ടീഷൻസൊക്കെ വരുമ്പോൾ ആയുർവേദത്തിൽ അത് DNC ഒന്നും ചെയ്യാൻ പറ്റില്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് എന്ന് ചില പേഷ്യൻസ് പറയാറുണ്ട്. പക്ഷേ ഞങ്ങളിതെങ്ങനെയാണ് ചെയ്യാമെന്നറിയോ? അത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കുക. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ആദ്യം തൊട്ട് ഒന്നുകൂടെ കേട്ടാൽ മനസ്സിലാവും. അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെ. എനിക്ക് ഈ വീഡിയോ ഇങ്ങനെ എടുത്ത് ഇടാനേ പറ്റുള്ളൂ. ആ പാർട്ട് ഞാൻ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് എല്ലാവരിലേക്കും എത്തിക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. എല്ലാവർക്കും ഈ അറിവ് പകർന്നു കൊടുക്കുക, അത് നിങ്ങളുടെ കടമയാണ്. ഓക്കെ, ഞാൻ മുടങ്ങാതെ എൻ്റെ പാർട്ട് ചെയ്യാം. ഓൾറൈറ്റ്, നിങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ, ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. ചെയ്യുന്നില്ല എന്നല്ല പറഞ്ഞത്, അതുകൊണ്ടാണ് ഇതിങ്ങനെ വിജയിക്കണത്. എനിക്കും ഒരുപാട് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. നിങ്ങളുടെ കമൻറ്റുകളിലൂടെ നിങ്ങളുടെ സ്നേഹം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളുടെ താല്പര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് കൃത്യസമയത്ത് ഡെയിലി വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യം വരുന്നുണ്ട്. അപ്പോൾ അത് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകണം. നിങ്ങളുടെ സപ്പോർട്ടോടു കൂടി മാത്രമേ ഈ ചാനൽ വളരുള്ളൂ. നമ്മൾ ഇവിടെ വരെ എത്തിയത് നിങ്ങൾ കാരണം മാത്രമാണ്. ഇനിയും നമുക്ക് മുന്നോട്ട് പുതിയത് ചേർന്നവരോടും കൂടെ പറയാണ്. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്തവർ കാണുന്നുണ്ട് വീഡിയോ, അപ്പോൾ അവരേനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് സഹായിക്കാം. ഓക്കെ, അപ്പോൾ ഈ യുട്രൈൻ ഗർഭാശയ രോഗങ്ങൾക്കാണ് ഇത് കൊടുക്കുക. സിസ്റ്റ്, ഗ്രോത്ത് അത്തരം കണ്ടീഷനിൽ DNC ഒക്കെ വേണ്ട അവസ്ഥകളിലും നമ്മളിത് അപ്ലൈ ചെയ്ത് ശരിയാക്കും. പക്ഷേ കുറച്ച് സമയം വേണമെന്ന് മാത്രം. അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. അതായത് ഈ ഈസ്ട്രജൻ, പ്രോജസ്ട്രോൺ ഹോർമോൺസില്ലേ, പുരുഷ ഹോർമോണും സ്ത്രീ ഹോർമോണും, ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ വരുമ്പോഴാണ് ഈ പീരീഡ്സ് പീരീഡ്സ് ഉണ്ടാവണേ. അതിൻ്റെ സന്തുലിതാവസ്ഥയിൽ വരുമ്പോഴാണ് പീരീഡ്സ് നിൽക്കണേ. മനസ്സിലായോ? അപ്പോൾ ആ നിർത്താനും പുറപ്പെടുവിക്കാനും രണ്ടിനും നമുക്ക് മരുന്നുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ DNC ഒന്നും ഇല്ലാതെ ഈ മരുന്നുകൾ കൊടുത്ത് നിർത്തും. അത് കഴിഞ്ഞാൽ വീണ്ടും മരുന്ന് കൊടുത്ത് ഇൻഡ്യൂസ് ചെയ്ത് പീരീഡ്സ് പുറപ്പെടുവിക്കും. അങ്ങനെ നിർത്തുകയും പുറപ്പെടുവിക്കും ആവർത്തിച്ച് ചെയ്യുമ്പോൾ ഒരു വർഷക്കാലം കൊണ്ടൊക്കെ ഇത്തരം അവസ്ഥകൾ ഒരുവിധം നല്ല റിസൾട്ടോടു കൂടി മാറ്റിയെടുക്കാൻ കഴിയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതിന് നല്ല ക്ഷമ വേണം. നല്ല ആഗ്രഹത്തോടും താല്പര്യത്തോടും കൂടെ കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം. അതിങ്ങനെ മരുന്ന് കഴിക്കാൻ നേരത്ത് അതിങ്ങനെ രുചിച്ച് നോക്കുക, എന്നിട്ട് തുപ്പുക, പിന്നെ മണത്ത് നോക്കുക, മുഖം ഇങ്ങനെ വക്രീകരിച്ച് പിടിക്കുക, അങ്ങനെയൊക്കെ അതിൻ്റെ ഗുണം കിട്ടില്ല. നിങ്ങൾക്ക് നല്ല ദാഹത്തോടും ആശയോടും കൂടിയിട്ട് അത് ഈ വേഴാമ്പൽ കാർമുകിൽ മാലയെ കാണും പോലെ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു ദാഹിച്ചിരുന്ന് ആഗ്രഹത്തോടു കൂടി നമ്മൾ സുഖപ്പെടണമെന്ന് വിചാരിച്ച് നമ്മൾ കംപ്ലീറ്റ്ലി ക്യൂർ ആവുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് ഈ ഔഷധം കഴിക്കണം. അപ്പം മാത്രമേ അതിൻ്റെ ഫലം കിട്ടുള്ളൂ. അതല്ലാതെ അത് തുപ്പി മണത്ത് രുചിച്ച് വേണ്ടാന്ന് പറഞ്ഞ് മുടങ്ങി മറന്ന് ഒക്കെ അങ്ങനെ വേണ്ടാന്ന് വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഒരു റിസൾട്ട് ഉണ്ടാവില്ല. ഇങ്ങനെയുള്ളവർ എന്നോടാണെങ്കിൽ ഇങ്ങനെ നിർത്തണോ എന്നൊക്കെ ചോദിച്ചാൽ അപ്പം ഞാൻ നിർത്തിക്കൊള്ളാനും പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ആ താല്പര്യം ഉണ്ടോ എന്നാണ് നമ്മൾ അളക്കണത്. രോഗം എത്ര തീവ്രമായാലും നിങ്ങൾ എത്ര വലിയ സ്ഥലത്ത് പോയിട്ട് എത്ര റിപ്പോർട്ട് എടുത്തു വന്നാലും നമുക്ക് കുഴപ്പമില്ല. നിങ്ങളത് താല്പര്യത്തോടു കൂടി ആവശ്യത്തോടു കൂടി കഴിക്കുന്നുണ്ടോ, അതിനുള്ളൊരു മനസ്സുണ്ടോ, തയ്യാറുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അളക്കണത്. അതുണ്ടെങ്കിൽ ഏത് രോഗാവസ്ഥയ്ക്കും നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും കൂടാതെ ഇത് കഴിച്ചതിൻ്റെ പേരിൽ മറ്റൊരു രോഗം വരാതെ നിങ്ങൾക്ക് സുഖം ലഭിക്കുന്നതിന് സാധിക്കുന്നുണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് ഒട്ടുമിക്ക കേസുകളിലും. ഓക്കെ, നിങ്ങൾ കൃത്യതയോടെ കഴിക്കണമെന്ന് മാത്രം. നിങ്ങൾ ഈ മറ്റേ ഗുളികകൾ കഴിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് കഴിച്ചോളും. അത് 1 വർഷം കഴിക്കാൻ കുഴപ്പമില്ല. ഇതൊരു 3 മാസം കഴിഞ്ഞ് അപ്പം ചോദിക്കും, ഡോക്ടറെ ഇത് നിർത്താറായോ എന്ന് ചോദിച്ചു കൊടുക്കും. അത് കേട്ടാൽ അപ്പം ഞാൻ നിർത്തിക്കൊള്ളാനും പറയും. മറ്റേ ഗുളികളൊക്കെ കഴിച്ചിങ്ങനെ ആട്ടുംകൊറ്റൻ്റെ മാതിരിയും വെള്ളയാണി പരമുൻ്റെ മാതിരിയും ഇങ്ങനെ താടിയും മീശയൊക്കെ വെച്ച് ബുൾഡോസർ പോലെ ശരീരമൊക്കെ ആയിട്ട് വരിക, അതിനൊരു വിഷമമില്ല. നിങ്ങൾക്ക് എന്തോരം വേണമെങ്കിൽ കഴിച്ചോളും അല്ലേ. ഇത് കഴിച്ച് കഴിയുമ്പോൾ ഒരു 3 മാസം കഴിയുമ്പോഴേക്കും മടി. നമുക്കത് പറ്റില്ലേ. നമുക്ക് ഇത് തന്നെ വഴിയുള്ളൂ. ഒരു നല്ല ഡ്യൂറേഷൻ, ഒരു 6 മാസം 1 വർഷമൊക്കെ കണ്ടിന്യൂസ് മരുന്ന് കഴിക്കാൻ തയ്യാറാണെങ്കിൽ ശരിയാക്കി എടുക്കാൻ പറ്റും. ഒരു DNC വേണ്ട, ഒരു ഹോർമോൺ ഗുളികയും വേണ്ട. മനസ്സിലായോ? പക്ഷേ അതിനുള്ള ക്ഷമ നിങ്ങൾ കാണിക്കുന്നത് മാത്രം. അത് വർക്ക് ചെയ്യണത് ഇങ്ങനെയാണ്. നമ്മളത് പിടിച്ചു നിർത്താനും
അത് പുറപ്പെടുവിക്കാനും ഉള്ള കഴിവുകളുണ്ട്, ഔഷധങ്ങളുണ്ട്. അത് മാറ്റി മാറ്റി ഉപയോഗിക്കണം. എവറി മന്ത് കൃത്യമായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് റിവ്യൂ ചെയ്ത് അതിന് വേണ്ടതായ മാറ്റങ്ങൾ നിങ്ങൾ സിംറ്റംസ് പറഞ്ഞ് മനസ്സിലാക്കി കുറച്ച് നാൾ അങ്ങോട്ട് കഴിക്കും, പിന്നെ കുറേ കാലം നിർത്തും, പിന്നെ വീണ്ടും നിർത്തും, പിന്നെ കഴിക്കും, നിർത്തും. അങ്ങനെയായാൽ ശരിയാവില്ല. തുടർച്ചയായിട്ട് ഒരു 3-4 പീരീഡ്സ് കറക്റ്റായിട്ട് കാണുന്നവരെ, അത് കഴിഞ്ഞ് ഒരു അബ്ഡോമിനൽ സ്കാൻ ചെയ്ത് ആ സിസ്റ്റും ഗ്രോത്തൊന്നും ഇല്ലയെന്ന് ഉറപ്പാക്കിയിട്ട് എന്നിട്ടും കുറച്ച് കാലം കൂടെ കഴിച്ചിട്ട് വേണം ഈ മരുന്ന് നിർത്താനായിട്ട്. മനസ്സിലായോ? ഇത് മാത്രമായിട്ട് കൊടുക്കില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ കഷായങ്ങൾ വേണ്ടി വരും, അരിഷ്ടങ്ങളും ഗുളികകൾ അതുപോലെ ലേഹ്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് കൊടുക്കുന്ന കണ്ടീഷനിൽ എക്സസീവ് ബ്ലീഡിങ്, അതുപോലെ പെയിൻഫുൾ പീരീഡ്സ്, വൈറ്റ് ഡിസ്ചാർജ്, ലുക്കോറിയ, അതുപോലെ രക്താർശസ്, ബ്ലീഡിങ് പൈൽസിൽ വരെ കൊടുക്കും. ബ്ലീഡിങ് പൈൽസ് എവിടെയൊക്കെ ബ്ലീഡിങ് ഉണ്ടോ അതെന്താ കാരണം വെച്ചാൽ ഈ ആടലോടക വേരുണ്ടല്ലോ, ആടലോടക വേരത്തിന് ഈ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞിട്ട് ഈ കാപ്പിലറി ബ്ലീഡിങ് ഉണ്ടാകുന്ന അവസ്ഥ പിടിച്ചു നിർത്താനായിട്ട് ആ രക്തസ്തംഭന പ്രോപ്പർട്ടി ഉണ്ട്. പ്ലേറ്റ്ലെറ്റുകൾ കുറഞ്ഞിട്ടുള്ള കേസുകളിൽ എന്താ കൊടുക്കുക എന്ന് ചോദിക്കാറില്ലേ, അതിൽ ഈ ആടലോടകത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അത്തരം അടലോടകം ചേർന്നിട്ടുള്ള മരുന്നുകളാണ് മിക്കപ്പോഴും ഇത്തരം ബ്ലീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അവസ്ഥകൾ കൊടുക്കുക. അടലോടകത്തിന് വേദനാഹരത്വമുണ്ട്, അതുപോലെ രക്തസ്തംഭന സ്വഭാവമുണ്ട്, രക്തശുദ്ധീകരണ സ്വഭാവമുണ്ട്, കഫത്തെ ഇല്ലാതാക്കുന്നതിനുള്ള ആസ്മ പോലത്തെ രോഗങ്ങളും അടലോടകം ചേർന്ന മരുന്നുകൾ കൊടുക്കും. അതാണ് ഇതിൻ്റെ മനോഹാരിത. മനസ്സിലായോ? അങ്ങനെ ഒട്ടനവധി കേസുകളിൽ നമുക്ക് ഒരു മരുന്ന് ഇന്നതിന് മാത്രം എന്ന് പറയാൻ പറ്റില്ല. അതാണ് ആയുർവേദത്തിൻ്റെ ഒരു കുഴപ്പം. നമുക്ക് പല പല മരുന്നുകൾ സൗകര്യം അത് തന്നെയാണ്. ഇപ്പോൾ എൻ്റെ പ്രിസ്ക്രിപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പ്രിസ്ക്രിപ്ഷൻ പതിവായിട്ട് എടുക്കുന്നവർക്കും മനസ്സിലാവും. ഒരു 5-10 കൂട്ടം മരുന്നുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന സർവ്വരോഗങ്ങളും ചികിത്സിക്കുന്നത്. അതിനിത് മതി. പക്ഷേ ആ കോമ്പിനേഷൻസ് മാറ്റി മാറ്റി ഉപയോഗിക്കണം. മനസ്സിലായോ? അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇന്ന മരുന്ന്, ആ മരുന്ന് ഇതിനുള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. രോഗം പറഞ്ഞാൽ അതിനുള്ള മരുന്നേ ഡോക്ടർമാർക്ക് വരുള്ളൂ. ആ സോഫ്റ്റ്വെയർ അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കണേ. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു മരുന്ന് നിങ്ങൾ പറഞ്ഞിട്ട് രോഗം ചോദിക്കുമ്പോൾ കുഴപ്പമില്ല നിന്നെ പറയണത് എന്താ വെച്ചാൽ കുഴപ്പമുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. ഒരു മരുന്ന് ആയുർവേദം മരുന്ന് കഴിച്ചിട്ട് ഒരു കുഴപ്പമുണ്ടാവില്ല. ഒറ്റ പ്രശ്നമുള്ളൂ, നല്ല ഇതിലിപ്പോൾ ഈ താതിരിപ്പൂവും ശർക്കരയും ചേർത്ത് നമ്മൾ പുളിപ്പിക്കണില്ലേ, അപ്പോൾ അതുകൊണ്ട് ഈ അസിഡിറ്റി ഉള്ളവർ, പുളിച്ചതിട്ടും നെഞ്ചരിച്ചിലൊക്കെ ധാരാളമായിട്ടുള്ളവർ കഴിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റി കൂടും. അപ്പോൾ അസിഡിറ്റി വളരെയധികം തീവ്രമായിട്ടുണ്ട്. അതിൻ്റെ മീത് ഇതും കൂടി കുടിച്ചാൽ ചിലപ്പോൾ അൾസർ ആവാനോ ബ്ലീഡിങ് വരാനോ അങ്ങനത്തെ സംഗതികളുണ്ട്. അതായത് ഇത്തരം അവസ്ഥയുള്ളവർ കഴിച്ചാൽ കുഴപ്പമൊന്നുള്ളൂ, അല്ലാത്തവർ ഇത് കഴിച്ചിട്ട് മറ്റൊരു രോഗാവസ്ഥ സൈഡ് എഫക്റ്റ് പോലെ മറ്റൊരു സംഗതി ഉണ്ടാവില്ല. ഇതുള്ളവർ കഴിച്ചാൽ പ്രശ്നമാണ്. അതേപോലെ തന്നെയാണ് ഷുഗർ ഉള്ളവർ. 100-200 ഫലത്തോളം ശർക്കര ഇതിൽ ചേരുന്നുണ്ടെന്ന് പറഞ്ഞു. 100 ഫലം അശോകത്തൊലിക്ക് 200 ഫലമാണ് ശർക്കര കലക്കി ചേർക്കണത്. മനസ്സിലായോ? അപ്പോൾ ഹൈ ഷുഗർ ഉള്ളവർ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കൂടും. മനസ്സിലായോ? ഒരു മീഡിയം അല്ലെങ്കിൽ ബോർഡർ ലൈൻ ഷുഗറൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. മനസ്സിലായോ? നമുക്ക് അത്ര അത്യാവശ്യമായിട്ടുള്ള ഘട്ടങ്ങൾ ഷുഗർ ഉണ്ടെങ്കിൽ പോലും കൊടുക്കേണ്ടി വരും. മറ്റ് ഷുഗർ കൂട്ടുന്ന സംഗതികളൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇത് കൊടുത്തേ പറ്റൂ എന്നുള്ള അനിവാര്യമായിട്ടുള്ള അവസ്ഥകളുണ്ട്. അപ്പോൾ ഇത് കൊടുക്കുക എന്ന് വൃത്തിയുള്ളൂ. അപ്പോൾ പ്രമേഹത്തെ വർദ്ധിപ്പിക്കുന്ന മറ്റ് സംഗതികളൊക്കെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറയും, അതിനുള്ള മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കാൻ പറയും. എന്നിട്ട് ഇത് നിർദ്ദേശിക്കാറുണ്ട്. അപൂർവം ഘട്ടങ്ങൾ അങ്ങനെയും വേണ്ടി വരാറുണ്ട്. പക്ഷേ ഇൻസുലിനൊക്കെ 2-3 നേരം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഹൈ ഷുഗർ ആണെങ്കിൽ ഇത് ഒഴിവാക്കണം. അപ്പോൾ അങ്ങനെ 1-2 കണ്ടീഷൻസിൽ ഇത് കൊടുക്കാൻ പാടില്ലാത്തുള്ളൂ. അപ്പോൾ നമുക്ക് പെയിൻഫുൾ പീരീഡ്സ്, ഡിലേഡ് സൈക്കിൾസ്, എക്സസീവ് ബ്ലീഡിങ്, അതുപോലെ രക്താർശസ്, വൈറ്റ് ഡിസ്ചാർജ്, ഇത്തരം അവസ്ഥകളിലൊക്കെ ഇത് ഉപയോഗിക്കാം. പിന്നെ യുട്രൈൻ ഫൈബ്രോയിഡ്, ഫാലോപ്പിയൻ ട്യൂബിൽ എക്ടോപിക് ജസ്റ്റേഷൻ എന്ന് പറയുന്ന ട്യൂബിൽ പ്രഗ്നൻസി ഉണ്ടാവുക, അതുപോലെ ഓവറീസിൽ സിസ്റ്റും ഗ്രോത്തൊക്കെ ഉണ്ടാവുക, ഇത്തരം അവസ്ഥകളിലൊക്കെ മറ്റ് ഔഷധങ്ങളോടുകൂടെ അവസ്ഥാനുസരണം മിക്സ് ചെയ്ത് ഈ ഔഷധം ഉപയോഗിക്കും. അതുകൊണ്ട് സ്ത്രീ രോഗത്തിന് അശോകാരിഷ്ടം വളരെ അനിവാര്യമാണ്. ഇതൊരു ബെസ്റ്റ് യുട്രൈൻ ടോണിക്കാണ് എന്ന് പറയാം. എന്ന് വിചാരിച്ച് ഇത് തനിയെ ഓവർ ദ കൗണ്ടർ വാങ്ങി ആരും ഉപയോഗിക്കരുത്. ഈ വീഡിയോ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഇത്തരം ഔഷധങ്ങളൊക്കെ ആയുർവേദത്തിലുണ്ട്, ഇങ്ങനെയൊക്കെ ഇന്ന അവസ്ഥകളിലൊക്കെ ഇത് ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക. ഇത് ഏതേത് അവസ്ഥകളിൽ എത്ര ഡോസിൽ എങ്ങനെയൊക്കെ കഴിക്കണം എന്നുള്ളത് ഒരു ആയുർവേദ ഡോക്ടർക്ക് മാത്രമേ നിശ്ചയിക്കാൻ സാധിക്കുള്ളൂ. അത് കാരണം ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷം മാത്രം ഇത് വാങ്ങി ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മനസ്സിലായോ? ഇതിൻ്റെ ഡോസ് നിശ്ചയിക്കണം. ഉദാഹരണത്തിന് ഇതിപ്പോൾ ഭക്ഷണത്തിന് മുൻപ് കഴിച്ചാലും ഭക്ഷണത്തിന് ശേഷമൊക്കെ കഴിച്ചാലും ആക്ഷനിൽ വ്യത്യാസമുണ്ട്. പല ഔഷധങ്ങളും അങ്ങനെയാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ അത്തരം അവസ്ഥ പോലും ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരൊറ്റ റെമഡി പറഞ്ഞു തരാൻ പറ്റാത്തത്. അതിപ്പോൾ ഇതൊരു ക്ലാസിക്കലി ശാസ്ത്രീയമായിട്ട് പഠിച്ച ഒരാൾക്കും അത് പറയാൻ ഈ എല്ലാം മർമ്മം അറിഞ്ഞിട്ട് അടിക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ, ഏതാണ്ട് അതുപോലത്തെ ഒരു അവസ്ഥയാണ്. അതാണ് സംഭവിക്കുന്നത്. എല്ലാം അറിഞ്ഞവരെന്ന് പറയില്ല കേട്ടോ. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അറിയുന്ന വിവരങ്ങളെല്ലാം ഇവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് മാത്രമാണ് ഞാൻ ഈ ചാനലിലൂടെ ചെയ്യണത്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഒരുപാട് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിനും സന്തോഷത്തിനും കമൻറ്റ് ബോക്സിലെ കമൻറ്റുകൾക്കും എല്ലാം വീണ്ടും നന്ദി പറയുന്നു. ഓക്കെ, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാം. ഇതെല്ലാവരിലേക്കും എത്തിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ആ കടമ.
നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ചാനലിന് വേണ്ടി നിങ്ങൾ ആ ദൗത്യം ഭംഗിയായിട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് ബോക്സിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങൾക്ക് എല്ലാ ദിവസവും പതിവായിട്ട് വീഡിയോ കാണാം. തൽക്കാലം നിർത്തട്ടെ. ഒരുവിധം വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ആവർത്തിച്ച് 1-2 വട്ടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്നിട്ടും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓൺലൈൻ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർ ഓൺലൈൻ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് കൺസൾട്ടേഷൻ ആണെങ്കിലും ബുക്ക് ചെയ്യാനായിട്ട് എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഞാൻ ആൻസർ ചെയ്യും. ഇനി അവിടെ ചെയ്യാൻ പറ്റാത്തതെല്ലാം ഓരോ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഒന്നൊന്നായിട്ട് ഞാൻ ചെയ്തു തുടങ്ങിയിട്ട് മുൻ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.